ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട കള്ളന്മാർക്ക് ഒരു രാജാവുണ്ടെങ്കിൽ അത് ഹൈദർ മധൂറാണ്. രണ്ടാമത് സലീൽ ബിൽ കാസിമാണ്. എന്റെ പുന്നാര മോന യാസറെ, അന്നെ ഞാൻ പണ്ട് കുറെ കണ്ടം പോയി ഓടിച്ചിട്ടുണ്ട് വിചാരിച്ചിട്ട് ആ വിരോധത്തിന് എന്നെ 2ാം സ്ഥാനക്കാരനാക്കിയത് ഒരിക്കലും അംഗീകരിക്കില്ല. സോഷ്യൽ മീഡിയയിലെ കള്ളന്മാരിൽ 1ാം സ്ഥാനം തന്നെ എനിക്ക് തരണം. ഞാൻ കണ്ടതിൽ ഈ 2 കള്ളന്മാരെ കഴിഞ്ഞിട്ട് വേറൊരു ചാമ്പ്യൻ സോഷ്യൽ മീഡിയയിൽ ഉള്ളൂ. യാസിർ അരപ്പാളിന്റെ വക ഒരു പ്രശസ്തി പത്രം കിട്ടിയിട്ടുണ്ട് ചാമ്പ്യന്മാരാണെന്ന്. പിന്നെ അവനത് സമ്മതിക്കാതെ വഴിയില്ല. കാരണം ഇവനൊക്കെ പോലെ സോഷ്യൽ മീഡിയയിൽ കണ്ണ് കാണുന്നവരോടൊക്കെ വെല്ലുവിളി നടത്തിയിട്ട് അവസാനം മൂഞ്ചിട്ട് കണ്ടം വഴി ഓടുന്ന സ്വഭാവക്കാരല്ല എന്നുള്ളൂ, കൃത്യമായിട്ട് പണിയെടുക്കുന്ന ആളുകളാണെന്നുള്ളൂ അറിയുന്നതുകൊണ്ട് തന്നെ ചാമ്പ്യന്മാരാണെന്ന് പറയാതെ നിർവാഹമില്ല. ഇനി ബാക്കി പറ. പരസ്യമായ ചിത്രമുള്ള ഒരു കള്ളനുള്ളൂ ഞാൻ കണ്ടതിൽ കേട്ടോ. ഇതിന് വലിയ കള്ളന്മാരുണ്ടെന്ന് അറിയില്ല. യാസിറിന് അറിയില്ല എന്ന് പറയുന്നത്, പക്ഷെ എനിക്കറിയാം. പരസ്യമായി ചിത്രമുള്ള പണം പിടിച്ചു പറിച്ച് കട്ടുകൊണ്ട് പോയതിന് നാട്ടുകാർ വളഞ്ഞിട്ട് പിടിച്ചിട്ട് പഞ്ഞിക്കിട്ടിട്ടുള്ള കള്ളന്മാരുണ്ട്. കഴിഞ്ഞ കൊറോണ സമയത്ത് കണ്ടില്ലെങ്കിൽ കണ്ടോളി. പോവാലോ, ഇത് മറ്റേ എടപ്പാളാണല്ലോ. ആ ഞങ്ങൾക്കറിയാം, എനിക്ക് കണക്കാണ്. ആ എടുക്കാനൊന്നുമില്ല, അന്നെ തന്നെ എടുക്കുന്നത്. ആ അതന്നെ എനിക്ക് പ്രശ്നമല്ല, ഞങ്ങൾക്കറിയാം. ബിസിനസ് ചെയ്ത് അതിനൊരു ന്യായമാണോ? ആ ഞാൻ എടുക്കുന്ന കുട്ടിനോട് വാങ്ങാൻ ഞങ്ങൾ പൈസ ഇറങ്ങി ഒന്ന് പോണേ, ഞങ്ങളൊന്ന് കാണിയുമാണ്. ആ ഞങ്ങൾ പൈസ ഒന്നും കൂടെ നമ്മൾ നോക്കുക. ഇത്രയും തോന്നെ ആൾക്കാരെ അവിടെ കൊണ്ടിട്ടിട്ട് ഓൻ തല്ലാണ്, ഓൻ തല്ലണ പോലെ. ഓൻ്റെ ആരും പൈസ കിട്ടിയില്ലോ അല്ലേ? ഇതൊന്നല്ലോ, ഇനിയും കുറെ ഉണ്ട്, കണ്ടമാനുണ്ട്. എടുത്തിട്ട് അലക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു 100 നൂറ്റാണ്ട് മതിയാവില്ല അവൻ്റെ ഒക്കെ കള്ളത്തരങ്ങൾ. സ്വന്തം പ്രസ്ഥാനത്തിൽപ്പെട്ട സ്ത്രീയുടെ അശ്ലീല വീഡിയോ വരെ ലീക്കാക്കി എന്നുള്ള ആരോപണം നേരിടുന്ന വ്യക്തി, ഇവന്റെ സ്വന്തം കൂട്ടുകാരനായിട്ടുള്ള ബദറു കൈതപ്പോയി സ്ത്രീകളെ ഇവിടുന്ന് ഗൾഫിൽ കൊണ്ടുപോയിട്ട് ഇവർ രണ്ടുപേരും കൂടെ സ്ത്രീകളെ കൂട്ടുകച്ചവടം നടത്തി എന്നുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട കോൾ റെക്കോർഡുകളൊക്കെ നമ്മൾ പുറത്തുവിട്ടത്.